ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പച്ചപ്പട്ടാണി വറുക്കാൻ പോകുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ വറുക്കാത്ത സംഗതിയാണ്. അപ്പോൾ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വിചാരിക്കാം ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ആദ്യം എൻ്റെ അച്ഛനെ കൊണ്ട് 200 പച്ചപ്പട്ടാണി കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഫസ്റ്റ് ട്രയലല്ല, ഒന്ന് നോക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ 6 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടി വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 6 മണിക്കൂർ നന്നായി കുതിർത്ത് വന്നതിന് ശേഷം കഴുകിയിട്ട് നമ്മുടെ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അതിൽ പരത്തി വെക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതൊന്ന് നന്നായി കുതിർത്ത് വന്നതിന് ശേഷം അങ്ങനെ പരത്തി വെക്കുന്ന എന്തിനാണ്, അതായത് കോട്ടൺ തുണിയിൽ പരത്തി വെക്കുന്ന എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാൻ മതിയാവില്ലേ. അതായത് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് തുണിയിലേക്ക് വലിഞ്ഞ് കിട്ടിയാൽ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിയൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറി കിട്ടോ, എന്തായാലും പൊട്ടിത്തെറി കിട്ടും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് നല്ലൊരു കോട്ടൺ തുണിയൊക്കെ അവിടെ വിരിച്ച് അതിലേക്ക് പരത്തി വെക്കുക കേട്ടോ. അങ്ങനെ പരത്തി ഒരു 10-15 മിനിറ്റ് അങ്ങനെ പരത്തി വെച്ചാൽ തന്നെ കുറേ വെള്ളം വലിഞ്ഞിട്ടോ കണ്ടോ, കുറേ വെള്ളം വലിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്തെങ്കിലും ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അപ്പോൾ ചീനച്ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ പാരുന്നത്. ചിലർ ഓയിലൊക്കെ പാരുന്നത് കണ്ടിട്ടോ വീഡിയോസിലൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും വെളിച്ചെണ്ണ പാരാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ കുറച്ചേച്ചാണ് ഇടുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ പാർന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ പച്ചപ്പട്ടാണി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്താകുമെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അങ്ങ് ചെയ്ത് നോക്കി, എല്ലാം നമ്മൾ ഉണ്ടാക്കി നോക്കിയാലല്ലേ അറിയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ പോപ്കോണൊക്കെ വറുത്തെടുക്കുമ്പോൾ എന്താ പറയുക, ഒരു പൊട്ടിത്തെറി ഉണ്ടാവില്ലേ, അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം മൂടി വെക്കണം. അപ്പോൾ എനിക്ക് ഇതിന് പറ്റിയൊരു മൂടി വലുത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചെറിയൊരു മൂടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇപ്പുറം ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കടല നന്നായി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. ഞാൻ കുറച്ച് ഇട്ടെടുത്തതുള്ളൂ കേട്ടോ. അപ്പോൾ ആ കടല നല്ല സെറ്റായി കോരിയെടുക്കുമ്പം തന്നെ ആ മുരിച്ചിലിൻ്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയും കൂടിയൊക്കെ മുരിച്ചെടുത്ത് ആ പാത്രത്തിലേക്ക് ഇടുക കേട്ടോ. കണ്ടോ, നല്ലോണം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ട ചില വീഡിയോസിൽ കുറച്ച് മുളക് പൊടിയും പിന്നെ വെളുത്തുള്ളി ആ വെളിച്ചെണ്ണയിലൊന്ന് എന്താ പറയുക മുരിച്ചെടുത്തിട്ട് ഇടുന്നതൊക്കെ ഉണ്ട്, കറിവേപ്പിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ ആ ഒരു ടേസ്റ്റ് തന്നെ, പ്രത്യേകിച്ച് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ബൈ.